തൂലികാജാലകം കലാസാഹിത്യ സാംസ്കാരിക വേദിയുടെ മൂന്നാമത് പുസ്തകമായ ഇന്നലെയൊരു കഥ എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനവും സംഘടന ഏർപ്പെടുത്തിയ പ്രഥമ സർഗരത്ന പുരസ്കാര സമർപ്പണവും കുന്നംകുളം അസാപ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനും ഗാനരചയിതാവുമായ റഷീദ് പാറയ്ക്കൽ പുസ്തക പ്രകാശനം നിർവഹിച്ചു. എഴുത്തുകാരനും ഡോക്യുമെന്ററി സംവിധായകനുമായ റഫീഖ് പട്ടേരി പുസ്തകം ഏറ്റുവാങ്ങി. തൂലികാജാലകം 2026 മുതൽ നൽകി തുടങ്ങിയ പ്രഥമ സർഗരത്ന പുരസ്കാരം ചടങ്ങിൽ വെച്ച് റഷീദ് പാറയ്ക്കൽ റഫീഖ് പട്ടേരിക്ക് സമർപ്പിച്ചു. തൂലികാജാലകം പ്രസിഡന്റ് നാസർ ചേറ്റുവ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റഷീദ് പാറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചും തൂലികാജാലകത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും റഫീഖ് പട്ടേരി സംസാരിച്ചു. സംസ്ഥാനതലത്തിൽ നടത്തിയ ചെറുകഥ ചിത്രരചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും തൂലികാജാലകം സാഹിത്യവേദിയിൽ നടന്ന ഗാന്ധി ജയന്തി ദിനത്തിലെ കവിതാ മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൂട്ടായ്മ അംഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ ശ്രേഷ്ഠകർമ്മ പുരസ്കാരവും കർമ്മശ്രേഷ്ഠ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 37ഓളം എഴുത്തുകാരെ മൊമന്റോയും സർട്ടിഫിക്കറ്റും നൽകി ചടങ്ങിൽ ആദരിച്ചു. ചെയർമാൻ പ്രിയൻ പോർക്കുളത്ത്, ജനറൽ സെക്രട്ടറി CP ജാഷിർ പെരുമ്പടപ്പ്, വിവിധ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു.